ചെയ്യുന്നത്. ഞാൻ കളിക്കേണ്ടത് ഡോക്ടർ അരുണുമായിട്ടാണ്. അപ്പോൾ തോറ്റാലും നിങ്ങൾ വേറെ നിലയിൽ എടുക്കേണ്ടതില്ല. ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമ്മീഷണർ എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി കളിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യും. അതുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു പ്രസംഗം മാത്രമാണ്. ഉദ്ഘാടനം നമ്മളെല്ലാവരും കളിക്കുമ്പോഴാണ് കടലുണ്ടി ചെസ് ഗ്രാമം ആയി മാറുന്നതിൻ്റെ ഉദ്ഘാടനം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടുന്നു. ഇത് നമുക്ക് നാടാകെ പടർത്താൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ഒരിക്കൽ കൂടി ഇതോടൊപ്പം നിന്ന പോലീസ്, റിപ്പോർട്ടർ TV, SSK, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ, നാട്ടിലെ നല്ലവരായ മനുഷ്യർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ സംഘടനകൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. കടലുണ്ടി ചെസ് ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം ചെസ് കളിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുകയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, കേരളം തന്നെ ഒരു സമ്പൂർണ്ണ ചെസ് സംസ്ഥാനമായിട്ട് മാറണം, അല്ലേ? അല്ല, നമുക്ക് തുടക്കം ബാക്കി ആ നിലയിൽ പോകാം. ഇത് ഒരു തുടക്കമാണ്. ആ നിലയിൽ നമുക്ക് നല്ല നിലയിൽ ലഹരിക്കെതിരെയുള്ള പ്രതിരോധം, കുട്ടികളിൽ നല്ല മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ, ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ ഒരു പഞ്ചായത്തിനെ നമ്മൾ ചെസ് ഗ്രാമമാക്കുകയാണ് നമ്മളെല്ലാവരും കൂടി. നോക്കൂ, അപ്പോൾ കരളിൻ്റെ പാതി ഇനി ഒരു പക്ഷിയും കൊണ്ടുപോകണ്ട. കരളിൻ്റെ പാതിയും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ പാതി ചെസ്സിലേക്ക് വരട്ടെ എന്നുള്ളതാണ് മിനിസ്റ്റർ മുഹമ്മദ് റിയാസും കേരള പോലീസും കടലുണ്ടി ഗ്രാമപഞ്ചായത്തും റിപ്പോർട്ടർ TVയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം പറയുന്നത്. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടങ്ങാം, അല്ലേ? വിശ്വനാഥൻ ആനന്ദ് കളിച്ച മുഹമ്മദ് റിയാസുമായിട്ടാണ് നമ്മളുടെ കളി എന്ന് പറയുന്നത്. ഈ കളിയുടെ റിസൾട്ട് ഇടവേളയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതായിരിക്കും. പക്ഷേ എങ്കിലും ഈ കളിയിൽ നമുക്കൊരു സന്തോഷമുള്ളത്, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പുതിയ തലമുറയുടെ ഒരു മാതൃകയായി മാറേണ്ട ഒരു ഗെയിമായിട്ട് നമ്മളത് അവതരിപ്പിക്കുകയാണ്. ദിവ്യ ദേശ്മുഖിനെ പ്രേക്ഷകർക്കറിയാം, കൊറിയർ ഹംപി അറിയാം, പ്രജ്ഞാനന്ദയെ അറിയാം. അങ്ങനെ ഈ കടലുണ്ടിയിൽ നിന്ന് വരട്ടെ അടുത്ത പുതിയ താരം, അല്ലേ? റെഡി, ലെറ്റ്സ് ഗോ. ഐ തിങ്ക് therefore I am എന്നാണ് റെനെ ദെക്കാർത്തെ പറഞ്ഞത്. ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാനുള്ള തലച്ചോറ്. നമ്മള് ഒരു ദിവ്യ ദേശ്മുഖിന് വേണ്ടിയിട്ടല്ല, അമ്പിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും ചെസ് പഠിപ്പിക്കുക, എല്ലാവരും കാർപ്പവും കാസ്പ്രവും വിശ്വനാഥാനന്ദും ഒക്കെ ആക്കുക എന്നുള്ള ഉദ്ദേശം. ഒരു നാടിനെ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെസ് പഠിപ്പിച്ചുകൊണ്ടാണ് ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അനുഷ ഇവിടെയുണ്ട്. ഞാൻ പറയായിരുന്നു, കേരളത്തിലെ ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർക്ക് പലർക്കും അറിയാത്തൊരു ഗെയിമാണ് ചെസ് എന്നത്. ഒരു തലമുറ, എൻ്റെ അമ്മയ്ക്കൊന്നും അറിയില്ല. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള പ്രായമായ മനുഷ്യർക്കും ഒരുപക്ഷെ ചെസ് അറിയില്ലല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ തോന്നുക? അപ്പോൾ അവരെ കൂടി പഠിപ്പിക്കണം, നമ്മുടെ വീട്ടമ്മമാരെ കൂടി ചെസ് പഠിപ്പിക്കണം. ഇത് പറ്റില്ല എന്നൊരു തോന്നലായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചൈൽഡ് ടീച്ചറുണ്ട്, ചൈൽഡ് ടീച്ചർ ചെസ് അറിയില്ല. അപ്പോൾ അനുഷ, നമ്മൾ റെഡിയല്ലേ? അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ആദ്യം മിനിസ്റ്റർ പറഞ്ഞു. മിനിസ്റ്റർ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തേ. രാജാവ് പ്രധാനം. രാജാവ് അതിന്റെ നീക്കമൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഒരു കളിയേ നീങ്ങുള്ളൂ. രാജാവിനെ ചെക്ക്മേറ്റ് ആയ കളി തീർന്നു. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയാണ്. ഈ മന്ത്രിയല്ല, മന്ത്രിയാണ്. ഇത് ബിഷപ്പ്, ആനയെന്ന് പറയും. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അത് പാമ്പ്ളാനി പിതാവല്ല കേട്ടോ. ഇത് ഈ ബിഷപ്പ് വേറെ. ഇതിങ്ങനെ ഈ ക്രോസ് ആയിട്ടാ പോവാ. നീ വെള്ളയാണെങ്കിൽ ഇങ്ങനെ പോവും, കറുപ്പാണെങ്കിൽ കറുപ്പ് കളിയിൽ ഇങ്ങനെ. കുതിര ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. കുതിര എന്ന് പറയല്ലോ, L ഷേപ്പിലാണ് പോവാ. L ഷേപ്പിൽ കുതിര. തേര്, മന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പൊതുവേ കരുതുന്നതാണ് റൂക്ക്, തേര്. അത് ഇങ്ങനെ ചെരിഞ്ഞു പോവും, ഈ ലെവലിലാണ് പോകും. പ്രധാനപ്പെട്ട പടയാളി ചെറുതാണെങ്കിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ആദ്യത്തെ നീക്കം പടയാളി 2 എണ്ണം നീക്കും. വെട്ടല് ക്രോസ് ആയിട്ട് വെട്ടാം വേണമെങ്കിൽ, അല്ലെങ്കിൽ തരുണൊക്കെ പഠിച്ചിടേ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് വെട്ടാം, ഒരു നീക്കം നടത്താം. ഇതാണ് ഇതിന്റെ നീക്കം. രാജാവിനെ കുടുക്കി കഴിഞ്ഞാൽ കളി കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് മനസ്സിലായി. പക്ഷേ എങ്കിലും നമ്മളിവിടെ തുടങ്ങുകയാണ്. ഇത് എല്ലാ ഗ്രാമങ്ങളിലേക്കും നമുക്കത് വ്യാപിപ്പിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. റൈറ്റ്, ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഡിഫൻസ് മൂഡാണ്, ഡിഫൻസ് ആണ്. യെസ്, പെട്ടെന്ന് കൂട്ടാനുള്ള ശ്രമമാണ്, അല്ലേ? റൈറ്റ്. Right.
സോ ദ ഗെയിം ടു ഗോൺ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഇത് ഈ ചെസ് എന്ന് പറയുന്നത് ഒട്ടും ടെലിവിഷൻ ഫോർമാറ്റിന് പറ്റുന്ന ഒരു ഗെയിമേ അല്ല. കാര്യം ഇതിലെ മൂവ്മെൻറ്റുകൾ പ്രേക്ഷകർക്കറിയാവുന്ന പോലെ ഫുട്ബോൾ പോലെയോ ക്രിക്കറ്റ് പോലെയോ ഈവൻ ടെന്നീസ് പോലെയോ അത്ര രീതിയിൽ ത്രസിപ്പിക്കുന്നതല്ല. പക്ഷേ കളിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത്രമേൽ ത്രസിപ്പിക്കുന്നതുമാണ്, അല്ലേ? അപ്പോൾ നമ്മളിത് തുടരും.